ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ നമ്മൾ മസാല പപ്പടാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു സവാള ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. തക്കാളി ചെറുതായി അരിഞ്ഞത് ഒരെണ്ണം, അതിനുള്ളിലെ കുരു കളഞ്ഞാണ് എടുത്തിരിക്കുന്നത്. മല്ലിയില ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ. നാരങ്ങ ഒരെണ്ണം ചെറിയ കഷ്ണങ്ങളാക്കിയത്. കനം കുറഞ്ഞ സേവ് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ചാറ്റ് മസാല 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മുളക് പൊടിയും ഉപ്പും ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. പപ്പടം 4 എണ്ണം എടുത്തിട്ടുണ്ട്. വലിയ സൈസിലുള്ളതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മസാല പപ്പടം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ചൂടായ ഒരു തവയിലേക്ക് ഞാൻ പപ്പടം ഇട്ട് കൊടുത്തതിന് ശേഷം 2 വശവും തിരിച്ചും മറിച്ചും അമർത്തി ചുട്ടെടുക്കുകയാണ്. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. ഒട്ടും പൊങ്ങി വരാൻ പാടില്ല. അങ്ങനെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇവിടെ ഞാൻ കുറച്ച് എണ്ണ തൂത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അതേ രീതിയിൽ മറ്റ് 3 പപ്പടങ്ങളും കൂടെ തയ്യാറാക്കി എടുക്കുകയാണ്. ഇവിടെ ഞാൻ 4 പപ്പടം എടുത്തിരിക്കുന്ന ചെറിയ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതനുസരിച്ച് ഇൻഗ്രീഡിയൻസും പപ്പടത്തിൻ്റെ എണ്ണവും കൂട്ടുക. ഇവിടെ നമ്മുടെ പപ്പടങ്ങളെല്ലാം തയ്യാറായിട്ടുണ്ട്. റോസ്റ്റ് ചെയ്ത പപ്പടം ഇനി സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് ഒരെണ്ണം വെക്കുക. അതിന് മുകളിലായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള 2 ടേബിൾ സ്പൂൺ വിതറി കൊടുക്കുക. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഉള്ളി നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ സ്വല്പം ഉപ്പും കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. കൂടുതൽ എരി വേണ്ടവർക്ക് അതനുസരിച്ച് മുളക് പൊടി കൂടുതൽ ഇടാവുന്നതാണ്. അതിന് മുകളിലേക്ക് 2 നുള്ള് ചാറ്റ് മസാല ഇട്ട് കൊടുക്കുകയാണ്. കനം കുറഞ്ഞ സേവ് ഞാൻ ഇവിടെ ഏകദേശം 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി അതിനൊപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയിൽ ഒരു കഷ്ണം വെച്ച് കൊടുക്കുക. മസാലപ്പപ്പടം നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ നാരങ്ങ പിഴിഞ്ഞ് നീരൊഴിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ നമ്മൾ മറ്റു പപ്പടങ്ങളും തയ്യാറാക്കിയെടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ചാട്ടാണ്. സ്റ്റാർട്ടറായിട്ടും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ മസാല പപ്പടം റെഡി ആയിട്ടുണ്ട്. ബൈ ബൈ.